ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. ഒന്നുമില്ല, ചെയ്യാൻ തോന്നാറില്ല. പിന്നെ ഇടയ്ക്ക് ശബരിമലയ്ക്കൊക്കെ പോയി സുഖമില്ല, പനിയൊക്കെ അടിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഷോപ്പിൻ്റെ കുറച്ച് ഷോപ്പൊക്കെ ഇടയ്ക്ക് നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടതിന് ശേഷം അത്യാവശ്യം അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നല്ലതായിട്ടൊന്ന് ഉഷാറായൊക്കെ വരുന്നേ ഉള്ളൂ. ആൾ വർക്കിനൊക്കെ ഇറങ്ങി തുടങ്ങി. പിന്നെ അങ്ങനെ വന്ന് നമ്മൾ ക്രിസ്മസിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഓഫേഴ്സൊക്കെ കിട്ടുന്ന അവൈലബിൾക്കൊക്കെ 50-ൻ്റെതാണ് പ്രൈസ് വരുന്നത്. പിന്നെ അങ്ങനെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ വാപ്പിൾസ് അപ്പോൾ ഇനി ഇപ്പോൾ ക്രിസ്മസിന് ഒരു ഓഫറൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷോപ്പിലെ കുറച്ച് അപ്ഡേറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഈ മെയിൻ റോഡിൽ ഇതുവരെ ബോർഡൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ അത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ലൊക്കേഷൻ മോർഗൻ കഫേയാണ് ഇവിടെ മുമ്പ് ഇരുന്നത്. അപ്പോൾ ആ ഒരു പേര് നോക്കിയാലും കിട്ടും. പിന്നെ ക്രിസ്മസിന് നമ്മൾ ഇതൊക്കെ അവർ ചെയ്ത ലൈറ്റൊക്കെ കുറേ ഇട്ടിട്ടുണ്ട്. നൈറ്റാണ് കുറച്ചുകൂടെ ഭംഗിയാണ്. അപ്പോൾ ക്രിസ്മസിൻ്റെ വർക്കുകളൊക്കെ നമ്മളിന്ന് ചെയ്തേ ഉള്ളൂ. പിന്നെ നമ്മൾക്കിപ്പോൾ കൂടുതലായിട്ട് ഇവിടെ മൂവിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൽ മിൽക്ക് ആപ്പിൾസൊക്കെ ഇപ്പം ഇവിടെ വേറെ അത് കൊടുക്കുന്ന ഷോപ്പുകളൊന്നും തന്നെ ഏറ്റിങ്ങര ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഇച്ചിരി ഫാസ്റ്റ് മൂവായി വരുന്നുണ്ട്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. എങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു 4-5 വെറൈറ്റീസ് അവൽ മിൽക്കിൻ്റെ ഉണ്ട്. പിന്നെ അത് തുടങ്ങി. പിന്നെ നമ്മൾ ആൾറെഡി കുറേ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതാ ഇവിടെ ഒരു സ്റ്റാറ്, ഇതൊക്കെ വീട്ടിൽ അച്ഛൻ ഇട്ടിരുന്നതാണ്. അച്ഛൻ ഇപ്രാവശ്യം അങ്ങനെ ക്രിസ്മസ് വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ പിന്നെ എടുത്തുകൊണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ അല്ലാതെ വാങ്ങിച്ചു. ആ സ്റ്റാറൊക്കെ ഇപ്പോൾ 2 സ്റ്റാറൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇതിലൊക്കെ ഇപ്പോൾ കുറച്ച് ലൈറ്റ് അറേഞ്ച് ചെയ്തു, ഇതിലിട്ട്. പിന്നെ ഈ ലൈറ്റൊക്കെ ഇപ്പോൾ അറേഞ്ച് ചെയ്തതാണ്. പിന്നെ ഇവിടെയൊക്കെ ഈ ലൈറ്റൊക്കെ ഇപ്പോൾ ചെയ്തതാണ്. പിന്നെ ഇതിൽ ഇപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ ഇനി കുറച്ച് ലൈറ്റ് കൂടെ ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഒരു ക്രിസ്മസിൻ്റെ ഒരു കുറച്ച് സംഭവങ്ങൾ ഒരു തുടക്കമായിട്ടുള്ളൂ. നമ്മൾ പിന്നെ ചെറിയൊരു പുൽക്കൂടും ഒരു സാന്റാക്ലോസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മോൻ്റെ വർക്ക് നടക്കട്ടെ. അത് ചെയ്തിട്ടുള്ളത് ബാക്കി കാണിച്ചു തരാം. പിന്നെ ഇതാ അവിടെ ചേച്ചിയുണ്ട്, അജിയണ്ണയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഒരു പയ്യൻ കൂടെ ഉണ്ട്, അവനും വരും. സെക്കൻഡ് ഷിഫ്റ്റിൽ ഞാനും അവനുമാണ്. Somebody like me. ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ ഷോപ്പിൻ്റെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ കുറേ സൗണ്ട് ചെയ്യായിരിക്കും. അപ്പോൾ അല്ലാണ്ടൊക്കെ ഇപ്പോഴൊക്കെയാണ് നമ്മൾ വർക്കൊക്കെ ചെയ്ത് ഇറങ്ങി തുടങ്ങി. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ എനിക്ക് സമയങ്ങളൊന്നും കിട്ടിയില്ല. പനിയൊക്കെ അടിച്ച് കിടക്കുകയായിരുന്നു. ചെറുതിലേക്കൊക്കെ പോയിട്ട് വന്നപ്പോൾ ഇത് കുറഞ്ഞിരുന്നതാണ്. പിന്നെ വേണ്ടി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറഞ്ഞിരിക്കുമ്പോൾ ഓട്ടമാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് റെഡി ചെയ്യാനൊന്ന് അവിടെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ അപ്പോൾ പിന്നെ അല്ലേണ്ട കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ അല്ലേണ്ട കാര്യം ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അല്ലേട്ടൻ്റെ ഒരു താല്പര്യം കൊണ്ടാണ് പറഞ്ഞത്. എനിക്കതൊട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഒന്ന് അല്ലേട്ടന് വീഡിയോയിൽ കൂടുതൽ സംസാരിക്കാനൊക്കെ ഉള്ളൊരു ചമ്മലും കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. പിന്നെ അത് പറയണം എന്താണെന്ന കാര്യം ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് അത് ചിലപ്പോൾ നമ്മുടെ ഒരു യൂട്യൂബ് ഫാമിലിയിലൊരു അംഗത്തെ പോലെ പലരും കണ്ടതുകൊണ്ടായിരിക്കാം അത് ഞാൻ തന്നെ റെപ്രസെൻറ്റ് ചെയ്ത് പറഞ്ഞതെന്നുള്ളൂ. ഇപ്പോൾ എനിക്കതിൽ പറഞ്ഞെന്ന് വെച്ചിട്ട് ഇപ്പോൾ അല്ലേട്ടൻ കാശ് തരികയോ ഞാനതിൽ വാങ്ങുകയോ എനിക്കതിൽ ലാഭങ്ങളും കാര്യങ്ങളും ഉള്ളതല്ല. ഞാനങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആ ഒരു വീഡിയോയിലൂടെ ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ എല്ലാത്തിനും എല്ലാവരും എല്ലാ കാലത്തും കുറ്റം മാത്രമേ പറയാറുള്ളൂ. എനിക്കതിൽ പരാതിയൊന്നുമില്ല. ഞാനിപ്പം അതിൻ്റെ ഒന്നും പുറകെ പോകാറുമില്ല. കാരണം എൻ്റെ വീഡിയോ എനിക്ക് അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ അതൊരു നല്ലൊരു കണ്ടൻറ്റാക്കി എനിക്ക് എൻ്റെ ചാനലിൽ ചെയ്യാം. എന്നിട്ട് ഞാൻ അന്നൊരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞതാണ്
കുറച്ച് പേര് അങ്ങനെ ചാനലിലോട്ട് വന്ന് കാണുന്നുണ്ടെങ്കിൽ കാണട്ടെ എന്നേ കാര്യമുള്ളൂ. അതിനുശേഷം ഇതുവരെ ഞാനൊരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. ചിന്നുവിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. എനിക്ക് മൈൻഡ് ഒന്ന് സെറ്റായൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടുമ്പോൾ പലർക്കും എൻ്റെ കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ചുമ്മാ മെൻ്റലി ഡിസ്റ്റർബാക്കും. അപ്പോൾ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്കെങ്കിലും അത്രയും സമയം ലാഭമാണ്. പിന്നെ എനിക്ക് വന്നു അറിയണ്ട, നമ്മളിപ്പോൾ ഷോപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അതുമായിട്ട് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. പിന്നെ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ വീഡിയോ ഒക്കെ ചെയ്യാൻ. ചുമ്മാ മെയിനായിട്ടൊരു കമൻസൊക്കെ കാണുമ്പോൾ ചെയ്യാൻ തോന്നില്ല. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ അതൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പോകും. പിന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ കൂടുതൽ ടൈം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പ് തുടങ്ങിയിട്ട് 1.5 മാസമാകുന്നു. ആദ്യത്തെ 1 മാസം ഒരു ട്രെയിനിങ് ടൈമായിരുന്നു, സെയിലൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ ഈ 1 മാസം കുഴപ്പമില്ല, ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ കുറച്ച് പേരിലേക്ക് ഇപ്പോഴാണെന്ന് എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പുതിയ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ തുടക്കത്തിൽ ഒരുപാട് ലാഭമൊന്നും പ്രതീക്ഷയല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് പേരിലോട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കുക, പിന്നെ കുറച്ച് പേര് അറിയിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പതിയെ ഓരോന്ന് ശരിയായി വരും. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എല്ലാ ഓഫർ പ്രൈസിലൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ക്വാളിറ്റിയായിട്ട് ചില സെഷൻസൊക്കെ ഉണ്ട്. സർവീസിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള എല്ലാവരും എക്സ്പീരിയൻസ്ഡല്ല. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാഫുകളാണെങ്കിൽ എല്ലാവരും വന്ന് പഠിച്ച് ഒക്കെ സെറ്റായി വരുന്ന ആൾക്കാരാണ്. അപ്പോൾ പതിയെ നമ്മളിങ്ങനെ സർവീസൊക്കെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സെയിൽ ഇച്ചിരി ഒന്ന് ഡൗൺ ആയി നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ അവരൊക്കെ ഒന്നുകൂടെ സെറ്റായിട്ട് അടുത്ത പ്രൊമോഷൻ വീഡിയോ ഒക്കെ ഇറക്കാമെന്നുള്ള പ്ലാനിലൊക്കെയാണ്. പിന്നെ ഞാൻ പിന്നെ ഉച്ചവരെ അവിടെ വന്നിട്ട് പിന്നെ കമ്പനിയിൽ ഒന്നൊന്ന് ഫ്രഷപ്പായൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിങ്ങനെ കുറച്ച് വിശേഷമൊക്കെ പറയാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ബിസി ഇറക്കി എല്ലായിടം ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടൊക്കെ ഇപ്പോൾ ഞാൻ പോകാൻ വേണ്ടി ഇരുന്നപ്പോൾ അതിനിടയ്ക്ക് മഴയൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ചിന്നു അവിടെ ഉണ്ട്, ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ വരും. അപ്പോൾ പറ്റുന്ന പോലെ ഞാനും ഒന്നിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന വീഡിയോസ് അങ്ങനെ ചെയ്യാം എന്നൊരു പ്ലാനുണ്ട്. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. വീഡിയോയ്ക്കൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ കൊടുക്കുന്നില്ല. ചുമ്മാ നമുക്ക് ഏണി വെച്ചെന്തിന് പണിയാണ്, നമുക്ക് ഇച്ചിരി പൈസ കുറയുമെന്നേ ഉള്ളൂ. പക്ഷേ സമാധാനം ഉണ്ടാകും. പരത്തരെ കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ടൊക്കെ അല്ലെങ്കിൽ തന്നെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിൻ്റെ പുറമെ ഈ സോഷ്യൽ മീഡിയ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഒക്കെ ഉണ്ട്, അങ്ങനെ ഷോപ്പിലൊക്കെ വരാറുണ്ട്. പിന്നെ അവരടുത്ത് ഞാൻ പിന്നെ വിശേഷങ്ങളൊക്കെ പറയും ഞാനുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ക്രിസ്മസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ക്രിസ്മസ് ആഘോഷിക്കണമെന്നുണ്ട്. കുറേ നാളായ ആഘോഷമൊക്കെ കൂടിയിട്ട് ക്രിസ്മസ് ആഘോഷം ഇപ്പോഴത്തേതുപോലെ. പിന്നെ അപ്പോൾ ഷോപ്പിൻ്റെ നമ്മുടെ ലൊക്കേഷനൊക്കെ പലർക്കും ഇപ്പോഴും കൺഫ്യൂഷനുണ്ട്. അപ്പം നമ്മളെ ഗൂഗിളിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ ചിന്ന നോക്കിയിട്ട് കിട്ടിയ ഹബീസ് കഫേ നിട്ടിട്ടുണ്ട്. എങ്കിലും നേരിങ്ങനെ ഭാഗത്തോട്ടൊക്കെ വരുമ്പം വരിക. പിന്നെ നമ്മളിപ്പം പുതിയ പ്രൊഡക്റ്റുകളൊക്കെ അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ സ്പേസ് ഒന്ന് സെറ്റാകണം. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ നല്ലതായിട്ട് സെറ്റായൊക്കെ വരുന്നുണ്ട് ആൾ. പിന്നെ കുട്ടീസൊക്കെ പാവം വീട്ടിലുണ്ട്. ഞാൻ പറയും ഇങ്ങനെ വീഡിയോകളൊക്കെ പതുക്കെ ചെയ്ത് അവരെയൊക്കെ കൊണ്ടുവന്ന് ഉഷാറാക്കാം. കാരണം അവർക്കൊന്നും അറിയില്ല അതിൻ്റെ ഒരു ഇതിലൊക്കെയാണ്. നമ്മളെന്തായാലും എല്ലാവരുടെ നമുക്ക് വീഡിയോസൊക്കെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. പൂർണ്ണമായി ഒഴിവാക്കിയെന്നല്ല, കുറച്ചുകൂടെയൊക്കെ ഒരു ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ നമ്മൾ വീഞ്ചാനൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്ന് പ്ലാനുണ്ട് അടുത്ത വർഷം മുതൽ ഒന്ന് സെറ്റാക്കണം. ഇപ്പോൾ എന്നും വീഡിയോ ഇല്ലാതെ അല്ലെങ്കിൽ വീടുന്ന വീഡിയോ ആയിട്ടൊക്കെ സെറ്റാക്കണമെന്നൊക്കെ ഉണ്ട്. ഒരു റവന്യൂവിന് വേണ്ടിയിട്ടല്ല, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടെന്നൊന്നും അറിയില്ല. ശരി, അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ചെറിയ വിശേഷമൊക്കെ നമ്മൾ അല്ലേണ്ടൊക്കെ ഇട്ടൊക്കെ എടുത്തലാണ്. അല്ലേണ്ടും ഒരു ചെറിയൊരു വരുമാന മാർഗമാവും. പിന്നെ ഒരു മൈൻഡ് ഒന്ന് എൻഗേജ്ഡ് ആവും. ശരി, എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ബിസിനസ്.